So hello guys, welcome back to Minecraft Let's Play episode 2. So നമ്മൾ എപ്പിസോഡ് 2 ആയിട്ട് വന്നേക്കാണ് ഗൈസ്. ഞാൻ ചത്തിട്ട് ഏതോ ഒരു രാജ്യത്തെത്തി. ഞാൻ ഇവിടെ ഒരു പട്ടിയുടെ സൗണ്ട് കേട്ടല്ലോ. ഓ ഗൈസ്, പട്ടി എൻ്റെ കയ്യിൽ ബോണുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇന്നലെ രാത്രി ഇവിടെ ആയിരുന്നു ഗൈസ്. അപ്പോൾ എനിക്ക് അയൺകോളോ അല്ല എല്ലിനൊക്കെ ആ സാധനത്തിനൊക്കെ വന്നിട്ട് ഇത് കിട്ടി ഗൈസ്. ടീമേട്ടെ ഓ സിറ്റ് അത് കൊള്ളാം. ഓ ഗൈസ് തന്നെ അടുത്തത്. പക്ഷെ ഒരെണ്ണം വെച്ചാൽ തേങ്ങത്തില്ലെന്ന് തോന്നുന്നു. ഓ ഇവിടെ എല്ലി കേവാണ്. എല്ല് ബ്രദർ ഞാൻ വരുന്നുണ്ടോ? അയ്യോ അത് കോട്ടെ അങ്ങനെ കോട്ടെ സ്വർണ്ണം മതി. പിന്നെ നമുക്ക് എവിടെന്നെങ്കിലൊക്കെ കിട്ടുമ്പോൾ ഗൈസ് അങ്ങനെ ഇങ്ങനെ ഒരു സ്ഥലത്തായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. സോ ഇവിടെ ആയിരിക്കും ഇനി ഗെയിം പ്ലേ ഒക്കെ ഉള്ളത്. അവിടെ ഇരിക്കും ബ്രദർ. സോ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് എപ്പിസോഡ് നിർത്തിയപ്പോഴത്തേനും നമ്മുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നല്ല, അയണില്ലായിരുന്നു. ഞാനത് മൈൻ ചെയ്തതാണ് ഗൈസ്. ഇവിടെ വന്നപ്പോൾ ഇരിക്കേ ആരാണ് നടന്നു പോന്നേ? വേറെ സാധനമായിരുന്നു ഗൈസ്. ഇവിടെ ഒരു കേവ് കണ്ടിട്ടുണ്ടോ? അവിടെ ഒരു XP കിടക്കുന്നു ഗൈസ്. അത് ഞാൻ ഇവിടെ വീണ ചത്തു പോകും ഗൈസ്. അവിടെ അയൺ ഇരിപ്പുണ്ട്. അവിടെ വേറെ സ്ഥലമുണ്ട് ഗൈസ്. ഇപ്പം കൊണ്ടിറങ്ങിയ ചത്തു നമ്മൾ ശരിക്കും നമ്മൾ ചത്തു ഗൈസ്. ആദ്യം മുകളിൽ കയറട്ടെ എങ്ങനെയല്ലേ. ഇത് കോബിൾ സ്റ്റോൺ യൂസ് ചെയ്യാം നമുക്ക്. എന്നിട്ട് വേണം ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് പോകാം ഗൈസ്. ഓക്കെ അപ്പം പൂവൊക്കെ ഉണ്ടല്ലോ. വട്ടി നമ്മളവിടെ വരുന്നുണ്ടോ ഗൈസ്? നമ്മുടെ അയ്യോ അവനെ അവിടെ ഇരുത്തിയിട്ട് വന്നതെന്ന് ഞാൻ ഓണ്ടറാ അവനെ നോക്കിയിരിപ്പുണ്ട്. നമുക്ക് കണ്ടി ഇവനെ അറിയാൻ അടിച്ചു കഴിഞ്ഞാൽ സീനോ നമ്മളെ വട്ടി വെച്ച് അടിച്ചു കഴിഞ്ഞാൽ വിളിച്ചെത്തി അതെന്താ മതിടാ. അതെയോ ഈ ബസ്തി കൂടത്തിന് കൊല്ലാതെ വേറെ വഴിയില്ല. അവനെന്നെ പറയുകയാണ് ഞാൻ ഇതില്ല. നമുക്ക് നമ്മുടെ പട്ടിയെ പരീക്ഷിക്കാം ഗൈസ്. അതവിടെ പെട്ടുപോയിട്ടുണ്ട്. പരിപാടി ഉണ്ടെന്നില്ല. ഇവിടെ എന്തോ കാണുന്നുണ്ടല്ലോ. കോളുണ്ട്. കോളെടുക്കാം നമുക്ക്. കാരണം നൈറ്റ് ആയി കഴിഞ്ഞാൽ വെളിച്ചം വേണം. നമ്മുടെ ബെഡ് മാത്രമേ വെളിച്ചത്തിനുള്ള സംഭവം സമന്ത്രികളൊന്നുമില്ല. മാക്സിമം ജോടും തീർച്ചത് ഇപ്പം എനിക്ക് അതൊന്നും കാണാൻ പറ്റുന്നില്ല. അസ്ഥികൂടത്തിലാണ് അങ്ങനെ ഇത്. കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ. എമറാൾഡ് ഗൈസ്. അവിടെ എമറാൾഡൊക്കെ ഈ ഒരു ഏരിയ വരുമോ സാധാരണ? ഇവിടെ കുറേ എന്തൊക്കെ കാണുന്നുണ്ട് ഗൈസ്. ഈ മഴ ഇതുകൊണ്ട് പോകുന്നു. എന്താണ് ഗൈസ്? അയൺ ഗൈസ്. അയൺ എന്തായാലും നമുക്ക് നല്ലതാണ് ഗൈസ്. അയണിപ്പോൾ എവിടെ നമുക്ക് എന്താ എടുത്താൽ പോലെ ഗൈസ്. അയ്യോ ഉള്ളതല്ല ഞാൻ പൊളിക്കാണല്ലോ. എൻ്റെ അയൺ വിൽക്കാൻ ഇല്ലല്ലോ. ഇല്ല ഫസ്റ്റ് ഡോഗ് രക്ഷിച്ചോളാ. ലൈറ്റ് കഴിഞ്ഞു. ലൈഫ് ഇറങ്ങി അടുത്തടുത്ത്. ഒരായണൊന്നും അല്ല ഗൈസ് ഇവിടെ ഉള്ളത്. എൻ്റെ കളിയാ കുറേ ഉണ്ട്. ഇതൊരു ഇതാക്കി വീട് പോലെ നമ്മൾ പണിയേണ്ടി വരും, കുഴിക്കേണ്ടി വരും. ഇത്ര ഉള്ളെന്ന് തോന്നുന്നു. ഉള്ളൊന്നുമില്ലല്ലോ ഗൈസ്. പട്ടിയുടെ ഇവിടെ ഞാൻ പേടിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എമറാൾഡിൻ്റെ അവിടെ എന്താണ് കുറേ ഉണ്ട്. കുറേ ഉണ്ട് അവിടെ. പിന്നെ അവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ സ്പൈഡർമാൻ കളിക്കാൻ പോകണം. സ്പൈഡർമാൻ വർക്ക് ഗൈസ്. എമറാൾഡ് ഇത് ചെത്തിയാൽ മിക്കവാറും പോകും ഗൈസ്.
തൽക്കാലം ആരും ഇതൊക്കെ ആദ്യം അയണും കെട്ട്. ഇതിന് ഉരിക്കണം. ശരി, അതിന് കോള് വേണം. ഇത് കുറേ ഉണ്ടല്ലോ അയൺ. ഇതായൺ കുറേ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വില്ലേജിൻ്റെ ആവശ്യമേ ഇല്ല. എന്നാലും വില്ലേജ് വേണം. വില്ലേജ് ഇട്ട് എന്തൊരു സുഖമാണ്. ഫ്രീ ബെഡ് MLG ചെയ്താലോ വേണ്ടല്ലേ? വെറുതെ പേടിച്ച് പട്ടിയാണ് വരുന്നതായിരുന്നു. എല്ലാം നമുക്ക് മൈൻഡ് ചെയ്യാം. ഇവിടെ കേവ് ആണെന്നിട്ട് എമറാൾഡ് നമുക്ക് മറ്റേ സംഭവം ഉണ്ടാക്കിയിട്ട് മതി. ഇങ്ങനെ ശരിയാകത്തില്ല. ഇങ്ങനെ മഴയൊന്നും കൊള്ളായിരുന്നു. മഴ നിൽക്കുന്നേ ഇല്ല. അവിടെയുള്ള അയണൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ സോംബി എൻ്റെ ഒരു നമ്മുടെ പട്ടിയുണ്ട്. നമ്മളടുത്ത് പട്ടിയുണ്ട്. നമ്മളടുത്ത് അല്ലെങ്കിൽ നിൻ്റെ അടുത്ത് തോന്നുന്നുണ്ട്. അടിടാ കൊല്ലടാ അടിയടാ അറ്റാക്ക് ചെയ്യടാ. ഏണ്ട നടക്കുന്നത്? കൊല്ലടാ അത്രയുള്ളൂ. ഞാനെന്നാലും എനിക്കൊരു പേടിയില്ല ഗൈസ്. പേടിക്കണം. എല്ലും മറ്റേ അസ്ഥി സംഭവമില്ലേ, അതിന് പേടിക്കണം. എന്നിട്ട് കുരയ്ക്ക് ഭയങ്കര കിട്ടും ഗൈസ്. അയൺ കുത്തിയെടുക്കട്ടെ. എത്ര കിട്ടുന്നത്? നമുക്ക് കുറച്ച് കോളും കൂടെ വേണം. ഓക്കെ, ഇതും കൂടെ മതി നമുക്ക്. ഇത്ര മതി. ഇവിടെ ഇതിന് ചെയ്തല്ല. അയൺ പോരെ. എത്ര കിട്ടില്ല. അയൺ മാത്രം. ഫുഡ് വേണം. ഒന്നും ഇങ്ങനെ കടിച്ചു പറയാം. എല്ലാം കളക്ട് ചെയ്യട്ടെ. പന്നികളെ നമ്മൾ ജസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ മറ്റേ പട്ടി അടിക്കുകയല്ലേ? നോക്കട്ടെ. സിമ്പിളല്ല. അവനെ വന്നെ പോയി അടിക്കുമോ? വെള്ളം കുടിക്കാൻ കൊല്ലി. നമുക്ക് ഓടിൻ്റെ അവൻ പേടിച്ചു പോകണം. ഞങ്ങോട്ട് എല്ലാം ആവശ്യമൊന്നുമില്ല. ടൈമിനെ കൊന്ന് കളഞ്ഞ് എനിക്ക് ഫുഡിന് വേണ്ടിയിട്ടാണ് നമ്മളിതിനെ കൊല്ലുന്നത് ഗൈസ്. ഇവനെ ഒരു തല്ലിയല്ല കേട്ടോ. അതിനിപ്പോൾ മറ്റേ പേടിക്കാം. അവനടിച്ചു കൊല്ലിവനെ. നമ്മുടെ വട്ടിക്കിതാണ് ഗൈസ്. എൻ്റെ ഇങ്ങനെ ലൈറ്റ് ആക്കണം ഗൈസ്. കാരണം വെച്ചാൽ ഇതിന് ശരിയാ ഫീഡ് കൊടുക്കുക. നമുക്ക് ഫീഡ് ചെയ്യണം ഗൈസ്. ഇതിനകത്തൊന്നും വെളിയിലിറങ്ങാൻ പറ്റത്തില്ല. പെട്ടുപോകും നമ്മളത്. എമറാൾഡ് എടുത്തിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. എടുക്കാം. അങ്ങനെ ഞാനൊരു സ്ഥലം ഉണ്ടാക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ പെട്ടു. ജസ്റ്റ് ലൈറ്റ് ആക്കണം. അങ്ങനെ പട്ടിയകത്തോട്ടൊരു വെളിയിൽ നിന്നൊരു പ്രശ്നമാവും. എന്ത് പ്രശ്നം? അകത്തോട്ട് കാമ്പോ എഴുതില്ലേ? നിലവിളിയത്തിന് വിഷയമൊന്നുമില്ല. ഇതെല്ലാം പൊട്ടിച്ചു കേട്ടത്. അതെല്ലാം ഉണ്ടല്ലോ. എവിടെ ബെഡ് വെക്കട്ടെ? എങ്കിൽ അവിടെ അടിക്കുകയല്ലേ. ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കണം. ഷില്ല് മസ്റ്റാണ്. പിന്നെ അയ്യോ, പിക്കാക്സും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല.
പിക്കാക്സ് ഫുഡ് ഉണ്ടാക്കാൻ തീരുമാനം. സ്റ്റിക്ക് ഉണ്ടാക്കണം. സ്റ്റിക്ക് ഉണ്ടാക്കിയാൽ പറ്റുമോ? ടോർച്ച് ഉണ്ടാക്കാം. ടോർച്ച് ഉണ്ടാക്കട്ടെ. സമാധാനമായിട്ട് ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് വേണ്ടത് ഒരു പിക്കാക്സ് വേണം. ആക്സ് ഉണ്ടാക്കില്ല. 2 സോഡ ഉണ്ടാക്കി. അത് മതിയായിരിക്കും. ഇനി ഇഷ്ടം പോലെ കിട്ടും നമുക്ക്. അതിനെ മറിയിച്ച് അതിനകത്തോട്ടും നോക്കും. കോളെടുത്തേക്കണം. ആദ്യം ഫുഡ് ആക്കട്ടെ. ഒരെണ്ണം അവനും എടുത്തേക്കട്ടെ. ഫീഡ് സ്കൈ നമ്മളെ മാത്രം ഞാനിനി ഫുഡ് ഇടട്ടെ. ഫുഡൊക്കെ തിന്നു. സ്കെലട്ടൺ നമുക്ക് കൊല്ലണം. സോ അതാണ് അടുത്തൊരു മിഷൻ. ഇത്ര മതി. ഇത് മറ്റേ ഇതിന് കൊടുക്കാം. മിഷനകത്ത് അയണും ഗുഡ്സോ ലെറ്റ്സ് ഗോ. സിറ്റി സ്റ്റാൻഡ് ആകും. കിൽ ദം ഓൾ. സ്കെലട്ടണില്ലേ? സ്പൈഡർ പോണായി. സോംബി വരുന്നുണ്ട്. വഴി കമോൺ. ടൈം ടു ഉറങ്ങാം. അവിടെ നിന്ന് എനിക്ക് സ്കെലട്ടണൊന്നും കാണുന്നില്ല. നാളെങ്ങാണ് സ്കെലട്ടണെ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒന്നും പറ്റത്തില്ല. വെട്ടം കുട്ടിച്ച് രാത്രി കൊണ്ട് കിടന്നില്ലേ അയാളായി കാണാം. അങ്ങനെ സ്പീഡ് പരിപാടിയല്ലോ ഉണ്ട് എനിക്ക്. 4 ആയിട്ടുള്ളൂ. കമോൺ. വെളിപ്പോയി. അയ്യോ ചലഞ്ച് എനിക്ക് ഇഷ്ടമില്ല. അടിക്കാൻ അടിക്കാൻ നമ്മളെ കോമ്പിനേഷൻ. നമുക്കിനി ഇത് പൊട്ടിക്കാം. ഇതിന് മറ്റേ സംഭവം വേണ്ടേ?